ബ്യൂട്ടിഫുൾ. ഞാൻ നാസീനാധിപത്യത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. വി അല്ലെ, ജനിക്കാതെ പോയ കോടിക്കണക്കിന് ബീജങ്ങൾ അല്ലെ, ഒരിക്കലും ഫെർട്ടിലൈസേഷൻ നിഷേധിക്കപ്പെട്ട കോടിക്കണക്കിന് ബീജങ്ങളുടെ എണ്ണം ഒരുപക്ഷെ സഹാറൻ മരുഭൂമിയിലെ മണൽത്തരികളുടെ എണ്ണത്തെക്കാൾ കൂടുതലാണ് എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഒരു ലോട്ടറി അല്ലെ, ഒരു ഭാഗ്യമാണ് ഞാനെന്ന് നിങ്ങളെന്നൊക്കെ പറയുന്നത്. ഒരു സംയോഗത്തിന് അവസരം ലഭിച്ച ഒരു ബീജമാണ്. ബീജം എന്നൊക്കെ പറഞ്ഞാൽ 50% ജനറ്റിക് മെറ്റീരിയൽ, ബട്ട് ഇറ്റ്സ് എ പോയറ്റിക് വേ യു ക്യാൻ സേ ഇറ്റ് വാസ്. ജീവിതം എന്ന് പറയുന്നത് തന്നെ ഒരു വലിയ ലോട്ടറിയാണ്. ആ ലോട്ടറി നമ്മൾ പ്രയോജനപ്പെടുത്തണം. അവസാന നിമിഷം വരെ, അവസാന ശ്വാസം വരെ അത് നിലനിർത്താനായി പൊരുതണം എന്നുള്ളതാണ്. അതാണ് എയ്റ്റീസ് കോർ ഫിലോസഫിയാണ്. രണ്ടാമതൊന്നില്ല എന്നുള്ളതാണ്. പകരം വെക്കാനൊന്നുമില്ല. പലരും ജീവിതം മടുത്തു എന്ന് പറയുന്ന ആളുകളൊക്കെ ഉണ്ട്. അവരോട് അന്ന് ഇന്നും ചോദിക്കാനുള്ള ഒരേ ചോദ്യമുള്ളത്, നിങ്ങൾ ജീവിതം മടുത്തു എന്ന് പറയുന്നത്, ഒരു കാര്യം മടുത്തു എന്ന് പറയുന്നത്, ഒരു പടം കണ്ടിട്ട് നിങ്ങൾ പറയുന്നത് അത് നല്ല പടമല്ല, അത് കൊള്ളത്തില്ല, എന്താണ് ഞങ്ങളെ ഇവിടെ കൊല്ലം ഭാഷയിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളിപ്പാന്ന് പറയും, വെറും വാദം, അല്ലെങ്കിൽ വെറും തിരുവനന്തപുരത്ത് വെറും കൂതറയാന്ന് പറയും. നിങ്ങൾ ഒരു പടം കൂതറയാണ്, വളിപ്പാണ്, ബോറാണ്, അല്ലെങ്കിൽ ഇപ്പൊ എന്താണ് കാട്ടപരാധോ, ഏതൊക്കെ പുതിയ പുതിയ വാക്കുകൾ വന്നിട്ടുണ്ട്. എനിക്ക് എൻ്റെ എന്തൊക്കെയോ കുറെ വാക്കുകൾ പറയാം. നിങ്ങളൊരു പടത്തെക്കുറിച്ചായാലും ലോകത്തെ ഏത് കാര്യത്തെക്കുറിച്ചായാലും നിങ്ങളൊരു അഭിപ്രായം പറയുമ്പോൾ യു നോർമലി മേക്ക് ദാറ്റ് ഒപ്പീനിയൻ ബൈ കമ്പയറിങ് ദ സ്റ്റേറ്റസ് ഓഫ് ദാറ്റ് തിങ് വിത്ത് ആൻ അനദർ തിങ് ഓഫ് സിമിലർ കൈൻഡ്. സമാനമായ മറ്റൊന്നുമായി താരതമ്യപ്പെടുത്തിയാണ് നിങ്ങളൊരു കാര്യത്തെക്കുറിച്ച് അഭിപ്രായം പറയുന്നത്. ഇപ്പൊ ഉദാഹരണമായിട്ട് അയാൾ നല്ല പൊക്കമുള്ള ആളാണെന്ന് പറയുന്നത് സാധാരണ ഇതിൽ ഉള്ള മനുഷ്യരുമായിട്ട് കമ്പയർ ചെയ്താണ് പൊക്കം, അല്ലെ നിറം, പൊക്കം, സൗന്ദര്യം ഒക്കെ അല്ലേ. വേറെ ആരും ഇല്ലെങ്കിൽ ഞാനാണ് ലോകത്തെ ഏറ്റവും സൗന്ദര്യമുള്ള മനുഷ്യൻ, ഓഫ് കോഴ്സ്, യാതൊരു സംശയമില്ല. ഞാനാണ് ഏറ്റവും ബുദ്ധിയുള്ള മനുഷ്യൻ, ഒരു സംശയമില്ല. വേറെ ആരും ഉണ്ടാവാൻ പാടില്ല. ടെമ്പസ്റ്റിനകത്ത് കാലിബൻ എന്ന് പറയുന്ന ഒരു ക്യാരക്ടറിനെ കുറിച്ച് ഫ്രെഡറിക് ഫെർണാണ്ടസ് എന്തോ ക്യാരക്ടർ പേര് ഞാൻ മറന്നുപോയി, കാലിബനെ കുറിച്ച് പറയുന്നുണ്ട്. ഇതേപോലെ സമാനമായ ഒരു ആർഗ്യുമെന്റ്, വേറെ താരതമ്യം വെച്ചാണ് നിങ്ങൾ അഭിപ്രായങ്ങൾ എപ്പോഴും പറയുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ജീവിതം മടുത്തു, ജീവിതം അർത്ഥശൂന്യം, ജീവിതം ഡാഷ് എന്നൊക്കെ ഒരു ആള് പറയുന്നുണ്ടെങ്കിൽ അവരോട് നമ്മൾ വളരെ ലളിതമായി ചോദിക്കേണ്ട ഒരു ചോദ്യം, ഒരു മെറ്റീരിയലിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾ എന്തുമായി താരതമ്യപ്പെടുത്തിയാണ് ജീവിതം മോശമാണ് എന്ന് പറയുന്നത്? ചില ആളുകൾ പറയും എൻ്റെ മുൻ ജീവിതവുമായിട്ട് താരതമ്യപ്പെടുത്തി. ഓക്കെ, അങ്ങനെ ചിലപ്പോൾ പറയാറുണ്ട്, ഞാൻ പണ്ട് ഇതായിരുന്നു, ഇപ്പം മോശമാണ്. ഇപ്പൊ പലരും ഈ ആംപ്യൂട്ടേഷനൊക്കെ വിധേയമായ ആളുകൾ പറയാറുണ്ട്, ഞാൻ 2 കാലുമായി ഓടി നടന്ന ആളാണ്, ഇപ്പോൾ എനിക്ക് സാധിക്കുന്നില്ല. അപ്പോൾ when I compare this life, ഭയങ്കര ഡിപ്പെൻഡൻസിയാണ്, എന്നെ എടുത്തുകൊണ്ട് പോകണം, പണ്ട് അങ്ങനെ ആയിരുന്നില്ല. അങ്ങനെയൊക്കെയുള്ള ആളുകൾ പറയാറുണ്ട്. ബട്ട് സ്റ്റിൽ അത് 2 ഘട്ടങ്ങൾ തമ്മിലുള്ള താരതമ്യമാണ്. പക്ഷെ ജീവിതത്തെ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജീവിതത്തിന്റെ 2 ഘട്ടങ്ങൾ താരതമ്യപ്പെടുത്താൻ കഴിയും, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഒരിക്കലും ജീവിതത്തെ മറ്റൊന്നുമായിട്ട് താരതമ്യപ്പെടുത്താൻ കഴിയില്ല. ഇറ്റ്സ് സോ യുണീക്ക്. അതുപോലെ മറ്റൊന്നില്ല. അതാണ് ഈ ഡോക്കൻസിന്റെ ഇത് കണ്ടുകൊണ്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ.